ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് FC ബാഴ്സലോണ അത്ലറ്റിക് ക്ലബ് അഥവാ അത്ലറ്റിക്കോ ബിൽബാവോയുമായിട്ടുള്ള ലാലിഗ മാച്ചാണ്. ഈ മാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 2026 ലാലിഗ സീസണിലെ ബാഴ്സയുടെ ഫസ്റ്റ് ഹോം മാച്ച് എന്നുള്ളതാണ്. കഴിഞ്ഞ മത്സരത്തിൽ നമ്മളൊക്കെ പോർട്രേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്ലെയർ, അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ വലിച്ച സമയത്ത് ഭയങ്കര മൂഡ് ഓഫായി നിൽക്കുന്നു എന്ന് പറഞ്ഞ ഒരുപാട് നമ്മുടെ ഈ പറഞ്ഞ സ്പോർട്സ് മീഡിയാസിൽ റൗണ്ട് ഓഫ് ചെയ്യപ്പെട്ട നമ്മുടെ ലാമിൻ യമാലിനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഇന്നത്തെ മത്സരത്തിൽ ഒരു പക്ഷേ ആ ഒരു കാര്യങ്ങളൊക്കെ മറിയാനുള്ളൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കാരണം ക്യാമ്പ് നൂവിൽ വെച്ച് നമ്മൾ ഈ പറയുന്ന ബാഴ്സയുടെ പ്ലേയേഴ്സ് എല്ലാവരും അവരിൽ കാണുന്നൊരു ഫയർ, ബിക്കോസ് ആ ഒരു ബാഡ്ജിനോടുള്ള ആ ഒരു 100% ആയിട്ടുള്ള ഡെഡിക്കേഷൻ അവർ എല്ലാ കാലത്തും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ മാത്രമല്ല, യമാലിനെ സംബന്ധിച്ച് യമാലിന് എന്ത് ചെയ്യണം, ആള് ഇപ്പോൾ നിൽക്കുന്ന ലെവല് ഭയങ്കര വ്യത്യാസമുണ്ട്. കഴിഞ്ഞ സീസണിൽ യമാൽ ലാലിഗ കളിക്കുന്ന ഒരു സാധാ ബാഴ്സയുടെ ഒരു ടോപ്പ് പ്ലെയർ എന്നതിലപ്പുറത്തേക്ക് ആളൊരു വേൾഡ് ചാമ്പ്യനാണ്. ആളുടേതായിട്ടുള്ളൊരു ഫാൻ ബേസ് ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത്രയും ക്രെഡിബിലിറ്റി കൂടെയാണ്. അതിനപ്പുറത്തേക്ക് ഒബ്വിയസ്ലി എല്ലാ പ്ലേയേഴ്സിനും സ്ഥിരമായിട്ടുള്ളതുപോലെ ബാഴ്സ ബാഡ്ജിനോടുള്ള ആ ഒരു പരിപാടി ഉണ്ടല്ലോ. സോ ഇന്നത്തെ മാച്ചിൽ കഴിഞ്ഞ മാച്ചിലില്ലാത്ത കുബാർസി ഇന്ന് സ്ക്വാഡിലുണ്ട്. സോ കുബാർസിനെ നമുക്കറിയാം, ഞാൻ പിന്നെ ടാർഗറ്റ് ചെയ്യുന്നൊരു പ്ലെയർ എന്ന് പറഞ്ഞത് കുബാർസിയാണ്. ഫാന്റാസ്റ്റിക് പ്ലെയർ, അതായത് ലാലിഗയിൽ ഏറ്റവും മികച്ച ഡിഫൻഡർ എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ് കുബാർസി. നിലവിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ആളുടെ പണി എടുക്കുന്നുണ്ടെന്നുള്ളത് ഈവൻ സ്പെയിനിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇതുവരെയുള്ള ബാഴ്സയുടെ എല്ലാ മത്സരങ്ങളും എടുത്തു നോക്കുമ്പോഴും കുബാർസി എന്ന് പറയുന്നൊരു പ്ലെയറുടെ ലെവല് അത് ഇന്നത്തെ ലെവലാണ്. കുബാർസി, യമാൽ ഇവരാണ് കൂടുതലായിട്ട് ഞാൻ ഇതാകുന്നത്. മാത്രമല്ല വേറൊരു സ്പെഷ്യാലിറ്റി എന്നുള്ളത്, ജോർദൻ ഇത്തവണ ഫസ്റ്റ് തന്നെ ആദ്യ ലെവലിൽ സ്ഥാനം പിടിച്ചുകൊണ്ട് ഇറങ്ങുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ തന്നെ ജോർദൻ ഇറക്കണമെങ്കിൽ ഹാൻസി ഫ്ലിക്ക് ഒന്നും കാണാതെ ഇറക്കില്ല എന്നുള്ളതാണ്. ജോർദൻ, ഫെർമിൻ ലോപ്പീസ്, യമാൽ ആ ഒരു ലൈൻ അങ്ങനെ നിൽക്കുകയാണ്. റാഫിനെ സ്ട്രൈക്കറായിട്ട് വെച്ചുകൊണ്ട് എന്ത് തന്നെയായാലും ഇന്നൊരു കിട്ടിലം പരിപാടി നമുക്ക് ക്യാമ്പ് നൂവിൽ കാണാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. ഒബ്വിയസ്ലി അതായത് ബാഴ്സയുടെ ഒരു ഫുട്ബോള് ഏതൊരു ഫുട്ബോൾ ഫാൻസിനും കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നേരെ മറിച്ച് ഇപ്പുറത്ത് നോക്കുമ്പോൾ ടീം നിസാരക്കാരല്ല. അവർക്കും ഈ പറയുന്ന ലപ്പോർട്ട ആണെങ്കിലും നിക്കോ വില്യംസ് ആണെങ്കിലും 2 വേൾഡ് കപ്പ് ജേതാക്കൾ അവിടെയും ഉണ്ട്. സോ മത്സരം ഭയങ്കര സ്മൂത്തായിട്ട് നടക്കുമോ എന്നുള്ളത് കഴിഞ്ഞ സ്റ്റാറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അത് ആ ലെവലിൽ തന്നെ നടന്നു പോവും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യം. കാരണം ഇതുവരെ ബാഴ്സയുടെ ഒരു ചെണ്ടയാക്കി വെക്കുന്നൊരു ടീമാണ് അത്ലറ്റിക് ക്ലബ്ബ് എന്ന് പറയുന്നത്. ബട്ട് ഇന്നത്തെ മാച്ച് മേ ബി ചിലതൊക്കെ സംഭവിച്ചേക്കാമെന്ന് പലയിടങ്ങളിലും പലരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂ പറയുകയാണെങ്കിൽ ഇന്ന് എക്കാലത്തെയും പോലെ ബാഴ്സലോണയിലെ ക്യാമ്പ് നൂവിൽ ഉള്ള ബാഴ്സയുടെ ആ ഒരു ഫയർ നമുക്കിന്ന് കാണാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പ്രത്യാശ. സോ കളിക്ക് ശേഷം കൂടുതൽ ഡീറ്റെയിലിംഗ് വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ഫുട്ബോൾ റിവ്യൂസിനും റിലേറ്റഡ് വീഡിയോസിനുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം.